പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം അപ്രതീക്ഷിതമായ അവിചാരിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നമ്മൾ വ്യാകുലപ്പെട്ടേക്കാം. പക്ഷെങ്കിൽ അതിൻ്റെ അന്ത്യത്തിൽ ദൈവം ചെയ്യുന്നതായ ചില പ്രവൃത്തിയുടെ പൂർണ്ണതയെ കാണുമ്പോൾ ഇതിനു വേണ്ടിയാണല്ലോ ദൈവം കൈപ്പായിട്ടുള്ളത് ആദ്യം എനിക്ക് തന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കണക്ക് കൂട്ടുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ വ്യക്തമാക്കുവാൻ കഴിയുകയില്ല. ദൈവം നാളെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ എന്താണ്? അപ്രതീക്ഷിതമായിരിക്കും, ദുഃഖകരമായിരിക്കാം, എന്നാൽ ചിലതൊക്കെ സന്തോഷകരമായിട്ടുള്ളതായിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അവസാനം വരെയും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന മനുഷ്യനാരോ അവൻ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. അതുമാത്രമാണ് ഈ ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ളതായ ഒരു വ്യക്തമായ പ്രത്യാശ. നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 11 വാക്യം. യാക്കോബ് എന്നു പേരുള്ള ഇസ്രായേൽ തൻ്റെ മകനായ യോസേഫിനോട്, മോനെ, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. നമുക്കറിയാം യോസേഫിൻ്റെ ചരിത്രം. യോസേഫ് തൻ്റെ സഹോദരന്മാർ പീഡിപ്പിക്കപ്പെട്ട് പൊട്ടക്കണലിൽ എറിയപ്പെട്ട് അതിനുശേഷം ഇസ്മായില്യർക്ക്, അവർ വഴിപോക്കരായ ഇസ്മായില്യ കച്ചവടക്കാർക്ക് യോസേഫിനെ സ്വന്തം സഹോദരന്മാർ വിറ്റു. അതിനുശേഷം അപ്പനോട് വന്ന് പറഞ്ഞത്, അവനെ വന്യമൃഗങ്ങൾ കൊന്നുകളഞ്ഞു, അവൻ്റെ ഉടുപ്പ് മാത്രം, അങ്കി മാത്രം ഞങ്ങൾക്ക് കാട്ടിൽ നിന്ന് ലഭിച്ചു, അവൻ്റേതാണെന്ന് ഞങ്ങൾ കാണുന്നു. അങ്ങനെ പറഞ്ഞ് പിതാവിനെ കൊണ്ടുവന്ന് കാണിച്ച് അപ്പനോട് മകനെക്കുറിച്ചുള്ളതായ ആ ദുർവ്യാഖ്യാനം, കള്ളത്തരമായ കഥ അപ്പനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. വാർദ്ധക്യത്തിൽ കണ്ണുനീരോടെ വർഷങ്ങൾ പലത് ചെലവഴിച്ചു. ഇന്ന് വരും ഈ എൻ്റെ മൂത്ത മക്കൾ പറയുന്നത് പോലെ ആയിരിക്കത്തില്ല. ഒരുപക്ഷെങ്കിൽ യോസേഫ് ജീവനോടെ ഉണ്ടാകും എന്ന് കരുതി ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ് അനേക നാളുകൾ കാട്ടിലെല്ലാം ഒരുപക്ഷെങ്കിൽ അലഞ്ഞു കാണും. വ്യസനത്തോടെ, സങ്കടത്തോടെ തൻ്റെ സമയങ്ങളെ ചെലവഴിച്ചു കാണും. ഒടുവിൽ പ്രത്യാശയറ്റ തനിക്കൊരു കാര്യം വ്യക്തമായി. ഇത്രയും നാളുകൾ നോക്കിയിരുന്നിട്ടും, സംവത്സരങ്ങൾ നോക്കിയിരുന്നിട്ടും എൻ്റെ മകനെ കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് യാക്കോബ് വിചാരിച്ചു, ഇനിയും ഒരിക്കലും എൻ്റെ മകൻ തിരികെ വരികയില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ സ്വർഗം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ യോസേഫിൽ കൂടെ ദൈവം ചെയ്തതായ പ്രവൃത്തി യോസേഫിന് വേണ്ടി ആയിരുന്നില്ല. അത് യാക്കോബിനോടും തൻ്റെ വലിയ അപ്പച്ചനായ അബ്രഹാമിനോടും ചെയ്ത ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്കായിട്ടാണ് കൊച്ചുമക്കളിൽ കൂടെ ദൈവം ആ പ്രവൃത്തി ചെയ്തത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബും സംഘവും തൻ്റെ മക്കളും കുടുംബമായിട്ട് യോസേഫ് അയച്ചു കൊടുത്തതായ തേരിൽ കയറി മിസ്രൈമിൽ വന്നപ്പോൾ യോസേഫിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് യാക്കോബ് അപ്പൻ പറയുന്നതായ ഒരു കാര്യം നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഹൃദയത്തിന് ഒത്തുകൊള്ളുവാൻ കഴിയില്ല. വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോകും നമ്മൾ പോലും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ തന്നെ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മരിച്ചുപോയി, കാണാൻ കഴിയില്ല, ഇനി ഒരിക്കലും അവൻ്റെ മുഖം ഞാൻ കാണുകയില്ല എന്ന് യാക്കോബ് വിചാരിച്ചു. പക്ഷെങ്കിൽ യാക്കോബ് പറയാണ്, മോനെ യോസേഫേ, നീ എനിക്ക് നഷ്ടമായി പോയെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കൊരിക്കലും നിന്റെ മുഖത്തെ ഇനി കാണുവാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഉറച്ചു. കാരണം നിന്റെ സഹോദരന്മാർ എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച കഥ വേറെ വിപരീതമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ദൈവം നിന്നെ മാത്രമല്ല നിന്റെ സന്തതികളെയും കാണുവാൻ ദൈവം സംഗതി വരുത്തി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
നമ്മൾ ചെറിയ കാര്യമായിരിക്കും ചിന്തിക്കുന്നത്. യാക്കോബ് തൻ്റെ മകനെ കാണുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ എങ്കിൽ ദൈവം യാക്കോബിൻ്റെ മുൻപിൽ വരുത്തിയത് യോസേഫിനെ മാത്രമല്ല, യോസേഫിൻ്റെ സന്തതികളെയും കൂടെ ദൈവം യാക്കോബിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് യോസേഫ് യാക്കോബും കണ്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഭക്തന്മാർ കണ്ട് തലമുറകളായി വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം അതിനൊക്കെയും സംഗതികൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമുക്ക് വേണ്ടിയും കർത്താവ് ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ സന്ദേശം, നീ ചെറിയ കാര്യങ്ങൾ നിന്റെ മനസ്സിൽ ചിന്തിച്ച് കാണും. നിനക്ക് സന്തോഷകരമായ ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി നീ ചിന്തിച്ച് കാണും. ദൈവമോ തൻ്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി നിന്നിൽ കൂടെ ചില പദ്ധതികൾ ചിന്തിച്ചു, അതിൻ്റെ നിവൃത്തി നിന്റെ മുൻപിൽ കൊണ്ടുവന്നു. നിന്റെ കുടുംബത്തിൽ നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ, നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് നോക്കൂ, നിന്റെ പ്രിയപ്പെട്ടവരിൽ നോക്കൂ, നിന്റെ സഹോദരങ്ങളിലേക്കും മാതാപിതാക്കളിലേക്കും കൂട്ട സഹോദരങ്ങളിലേക്കും ഒക്കെ ഒന്ന് നിന്റെ കണ്ണു തുറന്നൊന്ന് നോക്കൂ. ഇന്ന് നീ കാണുന്നതായ മഹത്വകരമായ സന്തോഷകരമായ, നീ അനുഭവിക്കുന്നതായ സന്തോഷകരമായ പാതകൾ ഒരുപക്ഷെങ്കിൽ ഒരു കാലത്ത് നീ അനുഭവിക്കുകയില്ല, കാണുകയില്ല, നിനക്കത് അർഹിക്കപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുമാറ് അനേക അനർത്ഥങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്റെ മുൻപിൽ കൂടെ കടന്നുപോയി. കേവലം തലനാരിഴയ്ക്ക് തന്നെ രക്ഷപ്പെട്ടതായ ചില സന്ദർഭങ്ങൾ നിനക്കുണ്ട്, ചില ചരിത്രങ്ങൾ നിനക്കുണ്ട്, ചില അനുഭവങ്ങൾ നിനക്കുണ്ട്. ചിലതിൽ നിന്നൊക്കെയും ദൈവം നിന്നെ വഴുതി മാറ്റി, തെന്നി മാറ്റി ചില പൂർത്തീകരണത്തിനു വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കരുതലും കാവലും നിന്നെ കാണിക്കുന്നതിന് വേണ്ടി നിന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്ന് നിന്നെ എഴുതി കാണിക്കുവാൻ, പറഞ്ഞു കാണിക്കുവാൻ, ചെയ്ത് കാണിക്കുവാൻ നിന്റെ മുൻപിൽ കൊണ്ടുവരുമാറാക്കിയത് ദൈവമാണ്. പലപ്പോഴും ദൈവത്തെ നീ അവിശ്വസിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം എന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ കണ്ണു തുറന്ന് നോക്കൂ. നീ കാണുന്ന അനുഗ്രഹങ്ങളൊന്നും നീ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, നീ സൃഷ്ടിച്ചിട്ടുള്ളതല്ല, നീ നിന്നതല്ല, നിന്നെ നിർത്തിയതാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ ദൈവം നിന്നെ നിർത്തി. യാക്കോബിന് 130 വയസ്സ് വരെ ദൈവം മിസ്രയീമിൽ വരുന്നിടം വരെയും പല അനർത്ഥങ്ങളിൽ താൻ പെട്ടുവെങ്കിലും അവിടെയൊക്കെയും സംഹരിച്ച് കളയാതെ തന്നെ അവിടെയൊക്കെ ജീവനോടൊക്കെ വെച്ചത് യാക്കോബ് രക്ഷപ്പെട്ടു വന്നല്ല, ദൈവം രക്ഷപ്പെടുത്തിയതാ. യാക്കോബ് നിലനിന്നതല്ല, ദൈവം നിലനിർത്തിയതാ. യാക്കോബ് അനേക പ്രാവശ്യം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ, ശത്രുക്കളുടെ കയ്യിൽ പെട്ടുപോകുവാൻ, തൻ്റെ സഹോദരങ്ങളാൽ കൊല ചെയ്യപ്പെടുവാൻ ഒക്കെ അനുകൂലമായ പല സാഹചര്യങ്ങളും അവൻ്റെ മുൻപിൽ വന്നു ചേർന്നതാണെങ്കിലും അല്പത്തിനല്ലെങ്കിൽ സ്വൽപ്പത്തിന് ദൈവം അതിൽ നിന്നൊക്കെയും വഴുതി മാറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ പൂർണ്ണതയെ കാണുവാൻ യാക്കോബിനെ നിലനിർത്തി. യാക്കോബ് യോസേഫിനോട് പറയാണ്, മോനെ, ഞാൻ വളരെയധികം കണ്ണുനീരൊഴുക്കി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെങ്കിൽ നിന്നെയും നിന്റെ സന്തതികളെയും കാണുവാൻ ദൈവം എനിക്ക് സാധ്യത കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്നതായ വഴികൾ, നടത്തുന്നതായ വഴികൾ ഒരുപക്ഷെങ്കിൽ ഇതിൽ കൂടെ കടക്കാമെന്ന് നീ ഒരു കാലത്ത് വിചാരിച്ചിരുന്നതല്ല. വേറൊരു മുഖമാണ് നീ ചിന്തിച്ചിരുന്നത്, വേറൊരു ദിശയിൽ കൂടെയാണ് നീ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ദൈവമോ തൻ്റെ ഇഷ്ടത്തിലുള്ളതായ ദിശയിൽ കൂടെ, വഴിയിൽ കൂടെ നിന്നെ സഞ്ചരിക്കേണ്ടതിൻ്റെ ഗതി മാറ്റി, നിന്റെ അഭിപ്രായങ്ങളെ മാറ്റി, നിന്റെ ഇച്ഛകളെ മാറ്റി, നിന്റെ തീരുമാനങ്ങളെ മാറ്റി, നിനക്ക് ഓരോ വിധമായിട്ടുള്ള നിനക്ക് അനുകൂലമായി വന്ന പല പാതകളിലും ദൈവം പ്രതികൂലങ്ങളെ സൃഷ്ടിച്ചും കൊണ്ട് തൻ്റെ വഴികളിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാനാണ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പ്രഭാതത്തിൽ കുറിവാക്യമായി നാം വായിച്ചതായ വേദഭാഗം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 11 വാക്യം. ഇസ്രായേൽ യോസേഫിനോട്, മോനെ, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.